ഹായ്, എന്താണ് ഡാർക്ക് വെബ്? അറിയാമോ? കുറച്ച് പേർക്ക് എല്ലാം അറിയായിരിക്കും അല്ലേ? ഗൂഗിൾ പോലും കാണിക്കാത്ത ഇന്റർനെറ്റിന്റെ ഒരു ലോകം. ഏതാണ് നമ്മുടെ ഡാർക്ക് വെബ്? നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ്, അത് മുഴുവൻ ഇന്റർനെറ്റ് അല്ല. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്നത് ഇന്റർനെറ്റിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുന്ന വെബ്സൈറ്റ്സ്, യൂട്യൂബ്സ്, സോഷ്യൽ മീഡിയാസ് ഇവയെല്ലാം ചേർന്നാൽ പോലും ഇന്റർനെറ്റിന്റെ ഏകദേശം ഒരു 5% മാത്രമേ ആകുന്നുള്ളൂ. ബാക്കി 95%മോ അത് സാധാരണ ആളുകൾ കാണാത്ത ഒരു ലോകമാണ്. അവിടെ ഇല്ലീഗൽ മാർക്കറ്റ്സ് ഉണ്ട്, ഹാക്കേഴ്സ് ഉണ്ട്, സ്റ്റോളൻ ഡേറ്റ വിൽക്കുന്ന ആളുകളുണ്ട്. ആ ലോകത്തിന്റെ പേരാണ് നമ്മുടെ ഡാർക്ക് വെബ്. ഇന്റർനെറ്റ് പ്രധാനമായും 3 ഭാഗങ്ങളായി തിരിക്കാം. അതിലൊന്നാണ് സർഫസ് വെബ്, നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ്. ഗൂഗിൾ, യൂട്യൂബ്, ഫേസ്ബുക്ക്, ബ്ലോഗ്സ് ഇതൊക്കെ അതിനുള്ള എക്സാമ്പിൾസ് ആണ്. സെർച്ച് വഴി ഈസിലി കണ്ടെത്താൻ കഴിയുന്ന കോണ്ടന്റ്. ഇത് ഇന്റർനെറ്റിന്റെ ഏകദേശം 4 to 5% മാത്രമാണ്. രണ്ടാമത്തത് ഡീപ് വെബ്. ഡീപ് വെബ് ഇല്ലീഗൽ അല്ല, പക്ഷേ സെർച്ച് എൻജിൻസുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഡേറ്റയാണ്. ബാങ്ക് അക്കൗണ്ട്സ്, ഇമെയിൽ ഇൻബോക്സ്, ഹോസ്പിറ്റൽ റെക്കോർഡ്സ്, ഗവൺമെന്റ് ഡേറ്റാബേസ് ഇതെല്ലാം അതിനുള്ള എക്സാമ്പിൾസ് ആണ്. ലോഗിൻ ഇല്ലാതെ ഈ ഇൻഫർമേഷൻ കാണാൻ കഴിയില്ല. ഇന്റർനെറ്റിന്റെ ഏറ്റവും വലിയ ഭാഗം ഡീപ് വെബ് ആണ്. മൂന്നാമത്തത് ഡാർക്ക് വെബ്. ഡാർക്ക് വെബ് സാധാരണ ബ്രൗസേഴ്സ് വഴി ആക്സസ് ചെയ്യാൻ കഴിയില്ല. നോർമൽ ബ്രൗസേഴ്സ് ആയ ഗൂഗിൾ ക്രോം, സഫാരി ഇവ ഉപയോഗിച്ച് ഡാർക്ക് വെബ് സൈറ്റ്സ് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അതിന് സ്പെഷ്യൽ ബ്രൗസേഴ്സ് തന്നെ ആവശ്യമാണ്. ഏറ്റവും വലിയ എക്സാമ്പിളാണ് ടോർ ബ്രൗസേഴ്സ്. ടോർ എന്നത് ദ ഒനിയൻ റൂട്ടർ എന്നാണ് അർത്ഥമാക്കുന്നത്. ഒനിയൻ പോലെ ലേയേഴ്സ് ഉള്ള എൻക്രിപ്ഷൻ സിസ്റ്റമാണ് അതിനുള്ളത്. യൂസർ ഐഡന്റിറ്റി ഹൈഡ് ചെയ്യാൻ ടോർ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നു. ടോർ നെറ്റ്വർക്കിൽ ഡേറ്റ ഒരു റൂട്ട് മാത്രം ഉപയോഗിച്ച് പോകുന്നില്ല, അത് ലോകത്തിന്റെ പല സെർവേഴ്സ് വഴി ജമ്പ് ചെയ്യും. എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഇന്ത്യ ടു ജർമ്മനി, ജർമ്മനി ടു കാനഡ, കാനഡ ടു നെതർലാൻഡ്സ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിനാൽ യൂസർ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഐഡന്റിറ്റി ആൾമോസ്റ്റ് അനോണിമസ് ആയിരിക്കും. ഡാർക്ക് വെബ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് കൊണ്ട് ഫേമസ് ആണ്. ഇല്ലീഗൽ മാർക്കറ്റ് പ്ലേസസ്, അതായത് ഇവിടെ ഡ്രഗ്സ്, വെപ്പൺസ്, ഫേക്ക് പാസ്പോർട്ട്സ് ഇവയൊക്കെ സുലഭമായിട്ട് ലഭിക്കും. ബിറ്റ്കോയിൻ പോലുള്ള ക്രിപ്റ്റോ കറൻസീസ് വഴി പേയ്മെന്റ്സ് ഇവിടെ നടക്കും. അതേപോലെ തന്നെ ഹാക്കിംഗ് സർവീസസ്. ഡാർക്ക് വെബിൽ ചില വെബ്സൈറ്റ്സ് ഹാക്കേഴ്സ് ഹയർ ചെയ്യാൻ ഓഫർ ചെയ്യും. സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഹാക്കിംഗ്, ഡാറ്റ തെഫ്റ്റ്, സൈബർ അറ്റാക്സ് ഇവയെല്ലാം ഇതിൽ വരുന്നതാണ്. അതേപോലെയാണ് സ്റ്റോളൻ ഡേറ്റ മാർക്കറ്റ്സ്. ഇവിടെ ഇമെയിൽ പാസ്വേഡ്സ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, ഫോൺ നമ്പേഴ്സ് ഇങ്ങനെയുള്ള മില്യൺസ് ഓഫ് ഡേറ്റാസ് ഇവ ഡാർക്ക് വെബിൽ സെല്ല് ചെയ്യുന്നുണ്ട്. ഡാർക്ക് വെബ് എല്ലാം ഇല്ലീഗലാണോ? ആക്ച്വലി ഡാർക്ക് വെബ് എല്ലാം ഇല്ലീഗൽ അല്ല. ജേർണലിസ്റ്റ്, ആക്ടിവിസ്റ്റ്, വിസിൽ ബ്ലോവേഴ്സ് ഇങ്ങനെ ചിലരൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ ആണ്. വിക്കിലീക്സ് ഇതിനൊരു വളരെ വലിയൊരു എക്സാമ്പിളാണ്. വൈ ഡാർക്ക് വെബ് ഈസ് ഡേഞ്ചറസ്? ഡാർക്ക് വെബ് എക്സ്പ്ലോർ ചെയ്യുന്നത് ഡേഞ്ചറസ് ആകാൻ പല കാരണങ്ങളുണ്ട്. മാൽവെയർ ഇൻഫെക്ഷൻസ്, സ്കാംസ്, പോലീസ് മോണിറ്ററിംഗ്, ഇല്ലീഗൽ കോണ്ടന്റ് എക്സ്പോഷർ. ക്യൂരിയോസിറ്റി കൊണ്ട് എക്സ്പ്ലോർ ചെയ്താലും പ്രശ്നങ്ങളുണ്ടാകും. ഈ വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രമാണ്. ഇല്ലീഗൽ ആക്ടിവിറ്റീസ് സപ്പോർട്ട് ചെയ്യുകയോ പ്രൊമോട്ട് ചെയ്യുകയോ അല്ല. ഡാർക്ക് വെബ് എക്സ്പ്ലോർ ചെയ്യുന്നത് നിയമപരമായ പ്രശ്നങ്ങളുണ്ടാക്കാം. ഓക്കെ, ഇന്റർനെറ്റിന്റെ ഈ ഇരുണ്ട ഭാഗം നമ്മൾ അധികം കേൾക്കുന്നില്ല, പക്ഷെ അത് ടെക്നോളജിയുടെ ഒരു റിയാലിറ്റിയാണ്. ഡാർക്ക് വെബ് ഡേഞ്ചറസ് ആണോ അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റുഡ് ആണോ? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. താങ്ക് യു.